സുരക്ഷയുടെ ഭാഗമായി തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉന്നത പോലീസ് മേധാവികളുടെ യോഗവും മോക്ക് ഡ്രില്ലും നടന്നു. ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പോലീസ്, അഗ്നിരക്ഷാസേന, വനം വകുപ്പ്, വൈദ്യുതി വകുപ്പ് തുടങ്ങിയവയുടെ ഉന്നതർ എത്തിയത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലും പരിശോധന നടന്നു. ബുധനാഴ്ച രാവിലെയാണ് തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ വിവിധ വകുപ്പുകളുടെ ഉന്നത മേധാവികളുടെ യോഗം ചേർന്നത്. കണ്ണൂർ റൂറൽ പോലീസ് സൂപ്രണ്ട് അനോജ് പലിവാൾ, രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് സൂപ്രണ്ട് സാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പൊയിൽ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരും ഫയർഫോഴ്സ്, വനംവകുപ്പ്, KSEB ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തുടർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ ഭാഗങ്ങൾ പരിശോധിച്ചു. തുടർന്ന് സംഘം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലേക്ക് പോയി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലും പരിശോധന നടന്നു. പ്രവാസി വ്യവസായി മൊട്ടമ്മൽ രാജൻ സമർപ്പിച്ച ശിവന്റെ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത്. പ്രധാനമന്ത്രിയുടെ വരവിനെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ പല രീതിയിലും വകുപ്പ് തലവന്മാരുടെ സന്ദർശനം ഇതിന്റെ ഭാഗമായാണ് നടക്കുന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ക്ഷേത്രത്തിലും പരിസരത്തുമായി ദേശീയ സുരക്ഷാ സേനയുടെ മോക്ക് ഡ്രിൽ നടന്നിരുന്നു. ചൊവ്വാഴ്ച രാത്രി വൈകി തുടങ്ങിയ മോക്ക് ഡ്രിൽ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് സമാപിച്ചത്. 8 അംഗ ഭീകരവാദികൾ ക്ഷേത്രത്തിൽ കടന്നുകയറിയെന്ന രീതിയിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. പ്രദേശത്തെ ഗതാഗതം തടഞ്ഞും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചും ആയിരുന്നു മോക്ക് ഡ്രിൽ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.